ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഫ്രാൻസ് കാഫ്കയും സഞ്ചരിക്കുന്ന പാവയും എന്ന കഥ തുടങ്ങുന്നത് ഒരു ഗ്രീഷ്മകാല പ്രഭാതത്തിലാണ്. കാഫ്ക പതിവ് പോലെ സദാ ജൈവികമായ പാർക്കിൽ നടക്കാനിറങ്ങിയതാണ്. നിറയെ ആളുകളാണ് പാർക്കിൽ. കുട്ടികളും പ്രായമായവരും പല സാധനങ്ങൾ വിൽക്കുന്നവരും പോലീസുകാരും ഉൾപ്പെടെ ധാരാളം ആളുകൾ. ഇവരെയൊക്കെ വീക്ഷിക്കുക കാഫ്കയുടെ പതിവാണ്. പ്രകൃതിയുടെ വരദാനം പോലെ പ്രഭാതത്തിൽ ഇളം ചൂട് നൽകുന്ന സൂര്യനും നവോന്മേഷം പകരുന്ന വായുവും മരങ്ങളും അങ്ങനെയെല്ലാം അതിമനോഹരങ്ങളായ കാഴ്ചകളാണ്. ജീവിതത്തിൽ കിട്ടിയ സമ്മാനങ്ങളാണ് ഇവയെന്ന് ആഹ്ലാദപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് കാഫ്ക പാർക്ക് ബെഞ്ചിലിരിക്കെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ഒരു കൊച്ചു പെൺകുട്ടിയാണത്. ആരും അവളെ ശ്രദ്ധിക്കുന്നില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ കാഫ്കയും ആദ്യം ഒന്ന് കുഴങ്ങി. എന്താണ് ചെയ്യേണ്ടത്? കുട്ടിയാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നില്ല. കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങുകയാണ്. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് കാഫ്ക അവളുടെ അരികിലേക്ക് നീങ്ങി. എന്നിട്ട് ചോദിച്ചു, ഹലോ, എന്തുപറ്റി? എന്തിനാ നീ കരയുന്നത്? നിന്നെ കാണാതായോ? അവൾ കരച്ചിൽ നിർത്താതെ പറഞ്ഞു, നോട്ട് മീ, എന്നെയല്ല കാണാതായത്. അവളുടെ വിചിത്രമായ ഉത്തരം കേട്ട് കാഫ്ക ചോദിച്ചു, പിന്നെ ആരെയാണ് കാണാതായത്? അവൾ പറഞ്ഞു, എന്റെ പാവക്കുട്ടിയെ. നിന്റെ പാവക്കുട്ടിയെയോ? അതെ. എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത്? ഞങ്ങൾ ആ ബെഞ്ചിലിരിക്കുകയായിരുന്നു. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും എന്റെ പാവക്കുട്ടിയും. എന്നിട്ടിപ്പോൾ എന്റെ പാവക്കുട്ടിയെ കാണുന്നില്ല. അവളുടെ കരച്ചിൽ കൂടുതൽ ഉച്ചത്തിലായി. കാഫ്കയ്ക്കും സങ്കടമായി. പക്ഷേ സങ്കടമല്ലല്ലോ പ്രതിവിധി, അത് അദ്ദേഹത്തിനറിയാം. കുട്ടിയെ ആശ്വസിപ്പിക്കണം, അവളുടെ കരച്ചിൽ നിർത്തണം. കാഫ്ക ചോദിച്ചു, നിന്റെ പാവക്കുട്ടിയുടെ പേരെന്താ? ബ്രിഡ്ജറ്റ്, വിതുമ്പിക്കൊണ്ടവൾ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ ബ്രിഡ്ജറ്റ് കാണാതെ പോയിട്ടില്ല. അത് ഒന്ന് ലോകം ചുറ്റാൻ പോയതാണ്. പെട്ടെന്ന് അങ്ങനെ പറയാനാണ് കാഫ്കയ്ക്ക് തോന്നിയത്. കണ്ണീര് തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു, ലോകം ചുറ്റാൻ പോയതാണോ? അപ്പോൾ എനിക്ക് എന്റെ പാവക്കുട്ടിയെ നഷ്ടമായിട്ടില്ലേ? ഇല്ല, നഷ്ടമായിട്ടില്ല. എന്ന് മാത്രമല്ല, നിന്റെ പ്രിയപ്പെട്ട പാവക്കുട്ടി നിനക്ക് കത്തുകൾ അയക്കുകയും ചെയ്യും, അതിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട്. പെൺകുട്ടിയുടെ കരച്ചിൽ നിന്നു. കണ്ണുകൾ വിടർന്നു. ശരിക്കും കത്തുകൾ അയക്കുമോ? ശരിക്കും കത്തുകൾ അയക്കും എന്ന് കാഫ്കയും പറഞ്ഞു. മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ 18-ാം അധ്യായം നിഷ്കളങ്കയായ പെൺകുട്ടിയെയും അവളുടെ പ്രിയപ്പെട്ട പാവക്കുട്ടിയുടെയും കഥ പറഞ്ഞു തുടങ്ങിയത് ഇത്തരം കഥകൾ കേട്ടും പാവക്കുട്ടികളെ സ്നേഹിച്ചും വളർന്ന നമ്മുടെ പെൺകുട്ടികളിൽ ചിലരെങ്കിലും കഥയില്ലാത്തവരായി മാറുന്നു എന്നത് ഗൗരവമുള്ള വിഷയമാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. കഴിഞ്ഞ 17 അധ്യായങ്ങളിലും ലഹരിയുടെ ഉപയോഗവും അതുണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഭീതിതമായ കുടുംബ സാഹചര്യങ്ങളുമൊക്കെ പറഞ്ഞെങ്കിലും ലഹരിക്ക് അടിപ്പെടുന്ന പെൺകുട്ടികളെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല. ആൺകുട്ടികളെപ്പോലെ തന്നെ പെൺകുട്ടികളും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഡി അഡിക്ഷൻ സെന്ററുകളിൽ എത്തുന്ന പെൺകുട്ടികളുടെ എണ്ണം ഒട്ടും ചെറുതുമല്ല. സ്കൂളുകളിലും കോളേജുകളിലും ഇപ്പോൾ അധ്യാപകർക്ക് പെൺകുട്ടികളെ നിയന്ത്രിക്കാൻ ഭയമാണ് എന്നാണ് പൊതുവെ പറയുന്നത്. ഒന്ന് കടുപ്പിച്ച് നോക്കിയാൽ, വഴക്കു പറഞ്ഞാൽ പോക്സോ കേസിൽ ഉൾപ്പെടുത്തിക്കളയും എന്നാണ് ഭീഷണി. പാലക്കാട് മൈൻഡ് കെയർ റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഹാരിസ് അബു തന്റെ സെന്ററിലെത്തിയ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ പറയുന്നു. ഇത് സമൂഹത്തെ ആകെ ഭയപ്പെടുത്താനുള്ള തുറന്നു പറച്ചിലില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നില്ല എന്ന അബദ്ധധാരണ വേണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പേടിപ്പെടുത്തുന്നതാണ് അവസ്ഥയെങ്കിലും പറയാതെ വേറെ വഴിയില്ല. പെൺകുട്ടികളും നമ്മൾ ചികിത്സ കൊടുക്കുന്നത് തന്നെയാണ്. പെൺകുട്ടികളുടെ ചികിത്സ എന്ന് വെച്ചാൽ ഈ ആൺകുട്ടികളെക്കാൾ ഭയാനകമാണ് അവരുടെ കാര്യങ്ങൾ. അതായത് ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ സെന്ററിൽ ഒരു കുട്ടി അഡ്മിറ്റായി. ആ കുട്ടി അഡ്മിറ്റ് ആയപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് കൊടുക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ HIV, പ്രഗ്നൻസി ഇതെല്ലാം നോക്കിയപ്പോൾ ആ കുട്ടി പ്രഗ്നൻസി പോസിറ്റീവാണ്. സ്വാഭാവികമായിട്ടും നമ്മളെ ഫാമിലിനെ അറിയിച്ചു കാര്യങ്ങൾ. അവർക്ക് അതൊരു വലിയൊരു ഇടുത്തി പോലെയാണ് അവർ ന്യൂസ് കേട്ടത്. സ്വാഭാവികമായിട്ടും ആ കുട്ടിയോട് നമ്മുടെ ഫീമെയിൽ കൗൺസിലർ ചോദിച്ചു, ഇത് എങ്ങനെയാണ്, ഇത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചു പറഞ്ഞത്, അതിപ്പോ എനിക്ക് ഒരാളുടെ പേരൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പാർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ 3-4 ആൾക്കാരൊക്കെ ആയിട്ട് സെക്ഷുവലായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ആരാന്നാ ഞാൻ പറയാന്ന് പറഞ്ഞ കൊച്ചു. അപ്പൊ അത്രയ്ക്ക് മോശപ്പെട്ട അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഞങ്ങളെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി അവരെ കൂട്ടത്തിൽ ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ്. കാരണം നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ലല്ലോ. പിന്നീട്
അതിന്റെ കാര്യങ്ങളായിട്ട് അവർ അങ്ങനെ തന്നെ പോയി. അപ്പൊ ഇത്രയ്ക്കും ഭയാനകമാണ് കുട്ടികളുടെ കാര്യങ്ങൾ. അതായത് ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് പോയി വരുമ്പോൾ ഞാൻ എപ്പോഴും രക്ഷിതാക്കളോട് പറയും, നിങ്ങൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മൾ നമ്മുടെ കുട്ടികളുടെ ബാഗുകളൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കുട്ടികളുടെ ഓരോ മൂവ്മെന്റും വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കഥകളും നമ്മുടെ കുടുംബത്തിലും വന്നു ചേരും. അതുപോലെ മക്കളുടെ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ മക്കളുടെ ഫോണിന്റെ ലോക്ക് അത് രക്ഷിതാക്കൾക്ക് അറിയാൻ പറ്റണം. അതായത് നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ പോയി ഒരു സർപ്രൈസ്ഡ് വിസിറ്റ് ഒക്കെ നടത്തുക, മാഷന്മാരെ കാണുക, അവരോട് സംസാരിക്കുക, കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് പരിഗണന കൊടുക്കാൻ വേണ്ടി പറയുക, അവർക്കുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുക മാഷന്മാർക്ക് മക്കളുടെ കാര്യത്തിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പൊ കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഒരു ഭീതിജനകമായ ഒരു ലോകത്തിലാണ്. ഇതിലൂടെ ഇങ്ങനെയുള്ള കെണികളിൽ പോയി പെടും. ഇത്രയൊക്കെ പെൺകുട്ടികൾ ലഹരിയുമായി ബന്ധപ്പെട്ട് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നും. ചില കണക്കുകൾ പറയട്ടെ. സംസ്ഥാനത്ത് ലഹരിക്കടത്തിൽ ജയിലിലെത്തുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിലും വൻ വർധനയാണ്. കഴിഞ്ഞ വർഷം മാത്രം 45 പെൺകുട്ടികളാണ് മയക്കുമരുന്ന് കടത്തിൽ പ്രതികളായി ജയിലിലെത്തിയത്. 20-നും 27-നും ഇടയിൽ പ്രായമുള്ളവരാണ്. പ്രണയക്കണി, വഴിതെറ്റിയ സൗഹൃദങ്ങൾ, കുടുംബങ്ങളിലെ മോശം സാഹചര്യം എന്നിവ ലഹരിക്കണിയിലേക്കും ലഹരി വ്യാപാരത്തിലേക്കും പെൺകുട്ടികളെ കൊണ്ടെത്തിച്ചതാണ്. തിരുവനന്തപുരത്തു നിന്നുള്ളൊരു കഥ ലഹരി മാഫിയയിൽപ്പെട്ടതിന് പിന്നാലെ ജീവിതം നശിച്ചുപോയ പെൺകുട്ടിയുടെ കഥയാണ്. 20-ാം വയസ്സിലാണ് ആദ്യമായി ഈ പെൺകുട്ടി ലഹരിക്കേസിൽ ജയിലിലാകുന്നത്. കുടുംബത്തിലെ മൂത്തവളായിരുന്ന കുട്ടി പഠനത്തിലും ചിത്രകലയിലും മിടുമിടുക്കിയായിരുന്നു. പക്ഷേ വീട്ടിലെ അന്തരീക്ഷം അവളുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. വീട്ടിൽ കിട്ടാത്ത സന്തോഷം സുഹൃത്തുക്കൾക്കൊപ്പം കണ്ടെത്താൻ കുട്ടി ശ്രമിച്ചു തുടങ്ങി. പോയ വഴികളിലെല്ലാം ലഹരി മാഫിയയുടെ നീരാളി കൈകൾ. പതിയെ പതിയെ പെൺകുട്ടി ലഹരിമരുന്ന് സംഘത്തിന്റെ ഇടനിലക്കാരിയായി, സ്ഥിരം ഇടപാടുകാരിയായതോടെ പോലീസ് പിടിയിലായി. ആ സമയം അതുവരെ ഒപ്പം കൂടിയവർ അവൾക്കൊപ്പമുണ്ടായിരുന്നില്ല. തൊണ്ടിയായി പിടിച്ചെടുത്ത ലഹരിമരുന്ന് എവിടെ നിന്ന് വന്നെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും അവൾക്കറിയില്ലായിരുന്നു. ജാമ്യത്തിലെടുക്കാൻ ആദ്യമൊന്നും വീട്ടുകാരും ചെന്നില്ല. ഒടുവിൽ തെറ്റു തിരുത്താമെന്ന പെൺകുട്ടിയുടെ വാക്കിൽ ജയിലുദ്യോഗസ്ഥർ വീട്ടുകാരെ ബന്ധപ്പെട്ടു. അമ്മയുടെ ജാമ്യത്തിൽ തിരികെ വീട്ടിലെത്തി. ഓരോ തവണ കോടതി കയറുമ്പോഴും വക്കീൽ ഫീസായി 10,000 ചെലവാകുന്നത്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി വക്കീലിന് പണം കൊടുത്തു. വീട്ടിൽ കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും കൂടിക്കൂടി വന്നു. തിരുത്താനും മാറാനും പലകുറി നോക്കിയെങ്കിലും ജീവിക്കാൻ പണം വേണം. ജോലി തേടി പല വാതിലുകൾ മുട്ടി. ദുർനടപ്പുകാരി എന്ന പേരിൽ അവസരങ്ങളെല്ലാം അകന്നുപോയി. അപ്പോഴാണ് ലഹരി മാഫിയ വീണ്ടും തേടി വന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ആ വാർത്ത ഒന്നുകൂടി ആവർത്തിച്ചു. 2 ആൺ സുഹൃത്തുക്കൾക്കൊപ്പം ലഹരിമരുന്നുമായി തമിഴ്നാട് പോലീസ് അവളെ പിടികൂടി. ഇപ്പോൾ നാഗർകോവിൽ ജയിലിലാണ്. ഇത് ഒരാളുടെ കാര്യമല്ല. പെൺകുട്ടികൾ ക്യാരിയർമാരായി എത്തുന്ന കേസുകളുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ്. ആവർത്തിക്കട്ടെ, ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥകളാകുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാഫ്കയുടെയും പാവക്കുട്ടിയുടെയും കഥ പറഞ്ഞവസാനിപ്പിക്കാം. പെൺകുട്ടിക്ക് പാവക്കുട്ടി കത്തയക്കുന്നതായി കാഫ്ക അവളോട് പറഞ്ഞു. എന്നെ കാണാഞ്ഞ് സങ്കടപ്പെടരുതേ, ഞാൻ ഈ ലോകമൊന്ന് ചുറ്റിക്കറങ്ങിക്കാണാൻ വേണ്ടി പുറപ്പെട്ടതാണ്. ഇടയ്ക്കിടെ ഞാൻ നിനക്കെന്റെ യാത്രാനുഭവങ്ങൾ എഴുതിക്കൊള്ളാം. അത് ആ പെൺകുട്ടിക്ക് പാവക്കുട്ടിയുടെ പേരിലുള്ള കത്തുകളുടെ ഒരു പരമ്പരയുടെ തന്നെ തുടക്കമായിരുന്നു. പിന്നീട് കാഫ്കയും പെൺകുട്ടിയും തമ്മിൽ പാർക്കിൽ വെച്ച് കണ്ടുമുട്ടുന്ന അവസരങ്ങളിലെല്ലാം കാഫ്ക പാവക്കുട്ടിയുടെ സാഹസിക യാത്രാനുഭവങ്ങളെ ശ്രദ്ധാപൂർവം വിവരിച്ചുകൊണ്ടെഴുതിയ കത്തുകൾ അവൾ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. അതൊക്കെ കേട്ട് ആ പെൺകുട്ടി സന്തോഷിക്കുകയും ചെയ്തു പോന്നു. ഒടുവിൽ കാഫ്കയ്ക്ക് അവിടം വിട്ടുപോകേണ്ട സമയമായി. അവർ തമ്മിലുള്ള അവസാനത്തെ സമാഗമത്തിൽ കാഫ്ക ആ പെൺകുട്ടിക്ക് പുതിയൊരു പാവ സമ്മാനിച്ചു. പാവ യാത്ര മതിയാക്കി തിരിച്ചു വന്നുവെന്ന് പറഞ്ഞ് ആ പാവ അവൾക്ക് കൊടുത്തു. പക്ഷെ അവൾ ആ പാവ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു, ഇതല്ല എന്റെ പാവ, എന്റെ പാവ ഇങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞു, പാവ തിരിച്ചു വരുന്നതിന് മുമ്പ് എഴുതിയ കത്ത് എനിക്കിന്നാണ് കിട്ടിയത്. എന്നിട്ടത് വായിച്ചു കൊടുത്തു. എന്റെ യാത്രകൾ എന്നെ ഒരുപാട് മാറ്റി. നമ്മുടെ ചുറ്റുവട്ടം മാത്രമല്ല, നമ്മുടെ ലോകം, നമുക്ക് മാറേണ്ടതും പൊരുത്തപ്പെടേണ്ടതുമായ ഒരുപാട് ഘടകങ്ങൾ ഈ ലോകത്തുണ്ട് എന്നതായിരുന്നു അവസാനത്തെ കത്ത്.